ഒന്നാമത്തെ ടോപ്പിക് ഫൊറിയർ കോഎഫിഷ്യൻസ്. നമ്മൾ ഫൊറിയർ സീരീസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻസ് പറഞ്ഞു. അത് നമുക്കൊരു പ്രീ റിക്വസിറ്റ് ആയിരുന്നു നമുക്ക് ഫൊറിയർ സീരീസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണ് ഫൊറിയർ സീരീസ്, എന്താണ് ഫൊറിയർ സീരീസിൻ്റെ ഫൊറിയർ കോഎഫിഷ്യൻസ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് നമ്മളൊരു ഫൊറിയർ സീരീസിൻ്റെ ആവശ്യകത വരുന്നത് നോക്കാം. ഒരു ഫൊറിയർ സീരീസ് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പീരിയോഡിക് ഫംഗ്ഷനെ നമ്മൾ കൊസൈനിൻ്റെയും സൈൻസിൻ്റെയും ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ. അതിനെ നമുക്ക് സൈനിൻ്റെയും കൊസൈൻസിൻ്റെയും ടേംസ് വരുന്ന സീരീസ് റെപ്രസെൻറ്റേഷൻ, അതിനെയാണ് നമ്മൾ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീരീസ് എല്ലാം ശരിക്കും നമുക്ക് ഈ സീരീസിനെ നമുക്ക് ട്രിഗണോമെട്രിക് സീരീസ് തന്നെ പറയാം. അതിൻ്റെ കോഎഫിഷ്യൻസിനെ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്ന് തന്നെ. അതായത് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സീരീസിലെ കോഎഫിഷ്യൻസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഫൊറിയർ കോഎഫിഷ്യൻസ്, നമ്മൾ ആദ്യം ഫൊറിയർ കോഎഫിഷ്യൻസ് എന്താണെന്ന് പറയാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ പീരിയോഡിക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ പീരിയഡ് 2L defined in closed minus L A. Suppose that this function can be expanded to a convergent trigonometric series, that is can be represented in the form f of x equal to a naught by 2 plus sigma m equal to 1 to infinity am cos m pi x divided by L plus bm sin m pi x divided by L. Then the series a naught by 2 plus sigma m equal to 1 to infinity am cos m pi x divided by L plus bm sin m pi x divided by L is known as the Fourier series for f of x. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ പീരിയഡ് 2L ആണ്, ഈ ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സപ്പോസ് ചെയ്യണം ഈ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ട്രിഗണോമെട്രിക് സീരീസിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. ആ ട്രിഗണോമെട്രിക് സീരീസിൻ്റെ ലിമിറ്റായിട്ട് എഫ് ഓഫ് എക്സ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രിഗണോമെട്രിക് സീരീസാണ് അതെന്ന് എടുക്കുകയാണ്. എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എം ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എം കോസ് എം പൈ എക്സ് ബൈ എൽ പ്ലസ് ബി എം സൈൻ എം പൈ എക്സ് ബൈ എൽ. ഇതിൽ എ നോട്ടും എ എമ്മും ബി എം ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ എഫ് ഓഫ് എക്സ് യൂസ് ചെയ്തിട്ട്. അതാണ് നേരത്തെ പറഞ്ഞ കോഎഫിഷ്യൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സീരീസിലേന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീരീസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫൊറിയർ സീരീസ്. ഓക്കെ, ഇതിൽ ഫൊറിയർ സീരീസിൽ ഇവിടെ എ നോട്ടും എ എമ്മും ബി എമ്മും കൂടെ പറഞ്ഞാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അതിൽ എ നോട്ട് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. 1/L ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് L to L എഫ് ഓഫ് എക്സ് ഡി എക്സ്. എ എൻ ഈക്വൽ ടു 1/L ഇൻറ്റു മൈനസ് L to L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ബി എൻ ഈക്വൽ ടു 1/L ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് L to L എഫ് ഓഫ് എക്സ് സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡി എക്സ്. ഈ എ നോട്ടും എ എന്നും ബി എന്നിനും ഒക്കെ നമ്മൾ പറയുന്ന പേരാണ് ഫൊറിയർ കോഎഫിഷ്യൻസ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ ഓയിലർ ഫോർമുലാസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫൊറിയർ കോഎഫിഷ്യൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫൊറിയർ കോൺസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫൊറിയർ സീരീസ് എഴുതാൻ കഴിയും യൂസിങ് ദിസ് എക്സ്പാൻഷൻ. ഓക്കെ, അതിൽ എ നോട്ടും എ എമ്മും ബി എമ്മും ഒക്കെ നമുക്ക് ഫൊറിയർ ഫോർമുലാസ് ആണ്. അപ്പോൾ ഫൊറിയർ കോഎഫിഷ്യൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എഫ് ഓഫ് എക്സ് യൂസ് ചെയ്തിട്ട്. അത്രയുള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാമെന്ന് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാമെന്നാണ് ഇനി പറയുന്നത്. എ നോട്ട് ഈക്വൽ ടു 1/L ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് L ടു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതാണ് എ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അത് ചില കേസസിലൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എ നോട്ടും എ എമ്മും ബി എമ്മും ഒക്കെ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്കത് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഇതിനെ പറയുന്നത് ഓയിലർ ഫൊറിയർ ഫോർമുലാസ് എന്നാണ്. ഓയിലർ ഫൊറിയർ ഫോർമുലാസ് ഫോർ ഫൊറിയർ കോഎഫിഷ്യൻസ്. ഓക്കെ, നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കൺവേർജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എഫ് ഓഫ് എക്സിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എടുക്കുകയാണ് സപ്പോസ് ദ എബോവ് ഫൊറിയർ സീരീസ് കൺവേർജസ് യൂണിഫോംലി ഇൻ ക്ലോസ്ഡ് മൈനസ് L to L. നമ്മളിങ്ങനെ കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് സപ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ്, മുകളിൽ തന്നിരിക്കുന്ന അതേ എക്സ്പ്രഷനാണ് നമുക്ക് എഫ് ഓഫ് എക്സ് ആയിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് എ നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് to find a naught നമ്മൾ എന്താക്കുക, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ മൈനസ് L to L ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇതെന്താണെന്ന് കണ്ടുപിടിക്കുക. അതിൽ നമുക്ക് എ നോട്ടിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ
മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നമ്മളുടെ മൈനസ് എൽ ടു എൽ എന്താ നമുക്കറിയാലോ. ഇതായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു എക്സ്പാൻഷനാണ്, സീരീസാണ്. എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എം ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്താൽ നന്നാവും. എ എം കോസ് എം ബൈ എക്സ് ബൈ എൽ പ്ലസ് ബി എം സൈൻ എം ബൈ എക്സ് ബൈ എൽ. സൈൻ എം ബൈ എക്സ് ബൈ എൽ ഡി എക്സ്. നമുക്കിതിനെ ഓരോന്നിനെയായിട്ട് നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മൾ എന്തിനാണ് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി പഠിച്ചതെന്ന് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഹെൽപ്പ് നമുക്ക് മനസ്സിലാവുന്നത്. സോ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ എ നോട്ട് ബൈ 2 ഡി എക്സ് പ്ലസ് സിഗ്മ എം ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ എ എം കോസ് എം ബൈ എക്സ് ബൈ എൽ ഡി എക്സ് പ്ലസ് ഇങ്ങനെയുണ്ട് കേട്ടോ. പ്ലസ് ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ ബി എം സൈൻ എം ബൈ എക്സ് ബൈ എൽ ഡി എക്സ്. നമുക്കിതിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. വാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് എന്താ കിട്ടുക? മൈനസ് എൽ ടു എൽ എ നോട്ട് ബൈ 2 എന്ന് പറഞ്ഞാൽ എ നോട്ട് ബൈ 2 എക്സ് ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ പ്ലസ് സിഗ്മ എം ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എം കോസ് എം ബൈ എക്സ് ബൈ എല്ലിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സൈനാണ് വരിക. സൈനിൻ്റെ ടേംസിൽ നമ്മൾ വരുമ്പോൾ പറയും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് മൾട്ടിപ്പിൾ ഓഫ് പൈ ആവും. സോ അത് 0 ആയി പോകും. ഇവിടെ വരുന്നത് മൈനസ് ഓഫ് സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ആണ്. നമ്മളിവിടെ ഈ മൈനസ് എൽ ടു എൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കോസ് എന്നാണ് കിട്ടുക. അപ്പോൾ ഒന്ന് കോസ് ഓഫ് എം പൈ എൽ എന്ന് വരും ഡിവൈഡഡ് ബൈ എൽ. അതിൻ്റെ അടുത്തത് മൈനസ് കോസ് ഓഫ് എം പൈ മൈനസ് എൽ ബൈ എൽ എന്നാണ് വരിക. ഈ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. സോ ഇത് രണ്ടും കൂടെ 0 ആയി പോകും. സോ ഇത് എൻ്റയർലി ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്താ കിട്ടുക? 0 തന്നെ കിട്ടാം. സോ നമുക്ക് എന്ത് കിട്ടും? എ നോട്ട് ബൈ 2 ഇൻറ്റു ഇവിടെ എൽ മൈനസ് മൈനസ് എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 2 ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇവിടെ നമുക്ക് എ നോട്ട് എൽ എന്നല്ലേ കിട്ടാം. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിച്ചത്? നമ്മൾ ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. അതായത് നമുക്ക് ഇതിന് എ നോട്ട് എഴുതിക്കൂടെ? എ നോട്ട് ഈക്വൽ ടു 1 ബൈ എൽ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് അറിഞ്ഞാലേ നമുക്ക് ഫൊറിയർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഏതൊരു ഫംഗ്ഷനെയും. നിങ്ങളത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം നന്നായിട്ട്. അപ്പം നമുക്കിനി എ എന്നിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടു ഡിറ്റർമൈൻ എ എൻ നമുക്ക് എന്ത് ചെയ്യാം? എ എൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്കൊരു സൈൻ കോസ് എൻ ബൈ എക്സ് ബൈ എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഒന്ന് എഴുതാം. നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എം ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എം കോസ് എം ബൈ എക്സ് ബൈ എൽ പ്ലസ് ബി എം സൈൻ എം ബൈ എക്സ് ബൈ എൽ അല്ലേ. ഇതാണല്ലോ നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. നമുക്ക് എ എൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും കോസ് എൻ പൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1 മൾട്ടിപ്ലൈഡ് വിത്ത് കോസ് എൻ പൈ എക്സ് ബൈ എൽ. എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക മൈനസ് എൽ ടു എൽ. ദെൻ ഇൻ്റഗ്രേറ്റ് ഫ്രം മൈനസ് എൽ ടു എൽ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ എന്താ വരിക? മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ ബൈ എക്സ് ബൈ എൽ ഡി എക്സ് ഈക്വൽ ടു ഇവിടെ ഇങ്ങനെയാവും അല്ലേ. അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി എഴുതാം.
a0/2 കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെടുത്ത് ഔട്ട് സൈഡ് എടുത്തു. മൈനസ് എൽ ടു എൽ കോസ് എൻ പൈ എക്സ് ബൈ എൽ പ്ലസ്, ഓക്കെ ഞാൻ താഴെ എഴുതുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സിഗ്മ എം ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എം, ആ എമ്മിനെ ഔട്ട് സൈഡ് എടുത്തിട്ടു. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ. ഇവിടെ നമുക്ക് കോസ് എം പൈ എക്സ് ബൈ എൽ ഉണ്ട്. ഈ എമ്മിനെ എടുത്ത് ഔട്ട് സൈഡ് എടുത്തു. എന്നിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം കൂട്ടത്തിൽ എന്തും കൂടെയാണ് കോസ് എൻ പൈ എക്സ് ബൈ എൽ കൊണ്ട് മൾട്ടിപ്ലൈയും കൂടെ വേണം അല്ലേ. അപ്പം ഞാൻ ആദ്യം ഇവിടെയുള്ള ടേംസ് എഴുതാം. കോസ് എം പൈ എക്സ് ബൈ എൽ, പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് പ്ലസ്, ഇനി സിഗ്മേനെ ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. സിഗ്മ എം ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി എം ഇൻറ്റു മൈനസ് എൽ ടു എൽ, ഇവിടെ ഉണ്ടായിരുന്ന സൈൻ എം പൈ എക്സ് ബൈ എൽ, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഓക്കെ, ഇതിലാണ് ശരിക്കും ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടീൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നത്. കാരണം നമുക്കത് വാലുവേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി സൈൻ ആൻഡ് കൊസൈൻ അറിയുമെങ്കിലും നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലെന്താ വരിക? ഇവിടെ നമുക്ക് കോസ് ഓഫ് എൻ പൈ എക്സ്, ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് പറഞ്ഞാൽ മതി, ഇൻറ്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ നമുക്ക് കോസ് ഓഫ് എൻ പൈ എക്സ് ബൈ എല്ലിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം സൈനിൻ്റെ ടേമിലാവും. സൈനിൻ്റെ ടേമിലായി ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഈ ടേംസ് കംപ്ലീറ്റ് ആയിട്ട് സൈനിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരികയാണ്. അപ്പോൾ ആ കംപ്ലീറ്റ് 0 ആയി പോകും. ഓക്കെ, 0 പ്ലസ്, ഇനി ഇവിടെ എം പൈ എക്സ് ബൈ എല്ലും ഇവിടെ എൻ പൈ എക്സ് ബൈ എല്ലും ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എടുത്തത് എന്താ? കോസ് എൻ പൈ എക്സ് ബൈ എൽ ആണല്ലേ. അപ്പോൾ നമ്മളുടെ ഈ കോസ് എൻ പൈ എക്സ് ബൈ എല്ലിലെ ഇത് ഫിക്സഡ് ആണ്. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു എൻ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ എന്നും കൊണ്ടാണ് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ആണല്ലോ. പക്ഷേ ഈ എമ്മിൻ്റെ റോൾ എന്താണ് ഇവിടെ? നമ്മൾ പറഞ്ഞു ഫൊറിയർ കോഎഫിഷ്യൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എമ്മിൻ്റെ വാല്യൂ എന്താവാം? 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാം അല്ലേ. ഏത് വേണമെങ്കിലും ആവാം. അതാണല്ലോ ഈ സമ്മേഷൻ യൂസ് ചെയ്യുന്നത്. എം വേരി ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ ഇവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ ഈ എം ഏതോ ഒരു അവസരത്തിൽ ഒരു നാച്ചുറൽ നമ്പർ എന്നിനോട് ഈക്വൽ ആവില്ലേ? ആ കേസിൽ കോസ് എം പൈ എക്സ് ബൈ എല്ലും കോസ് എൻ പൈ എക്സ് ബൈ എല്ലും ഒരേ ഫംഗ്ഷൻ ആവും. സൈൻ എം പൈ എക്സ് ബൈ എല്ലും സൈൻ കോസ് എൻ പൈ എക്സ് ബൈ എല്ലും അവിടെ ആവില്ല, സോറി. ഇവിടെ എന്തായാലും ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോകും. പക്ഷേ ഇവിടുത്തെ ടേമിൽ മാത്രം ഇത് ഒരേപോലെയുള്ള ഫംഗ്ഷൻ ആകുമ്പോൾ ഇവിടുത്തെ എൻ ഫിക്സഡ് ആണ്, പക്ഷേ എം വേരി ചെയ്യുന്നുണ്ട്. ഒരു കേസിൽ എം എന്നിനോട് ഈക്വൽ ആവും. സോ ആ കേസിൽ മാത്രം ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ ഇത് 0 ആയി പോകും. ഇനി എമ്മും എന്നും ഈക്വൽ ആകുമ്പോൾ നമ്മൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി വേറെ പഠിച്ചിട്ടുണ്ടല്ലേ, നമുക്കതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ വരുന്ന ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇവിടെ 0 ആയിപ്പോയി. അതുപോലെ തന്നെ ഇവിടെ എം എന്നിനോട് ഈക്വൽ ആവുന്ന കേസിൽ മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത കേസിലെല്ലാം 0 ആണ്. ഈ എം എന്നും ഈക്വൽ ആവുന്ന കേസിൽ മാത്രമേ ഇത് നോൺ 0 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് ആ കേസ് മാത്രം എഴുതിയാൽ മതിയല്ലോ, ബാക്കി എല്ലാം 0 ആയിപ്പോയി. നമുക്ക് എഴുതാം, ഇവിടെ എം എൻ ആവുന്ന കേസ് മാത്രം മതി. എ എൻ ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു എൽ കോസ് എൻ പൈ എക്സ് ബൈ എൽ കോസ് സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് അല്ലേ. പ്ലസ് ഇവിടെ എന്താ വരിക? സിഗ്മ എം ഈക്വൽ ടു, ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷനാണ്. സൈനിൻ്റെയും കോസിൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ട് വരാം. ബൈ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി നമുക്കിത് 0 ആണെന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? കോസ് സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എം ഈക്വൽ ടു എൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്കിവിടെ കിട്ടുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എ എൻ ഇൻറ്റു എൽ. നമുക്ക് എന്താ കിട്ടിയത്? ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എ എൻ ഇൻറ്റു എൽ ആണെന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് എ എൻ എന്താണെന്ന് എഴുതാലോ. ഇനി എ എൻ ഈക്വൽ ടു 1 ബൈ എൽ ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഓക്കെ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഞാൻ എത്ര എഴുതിയാലും പറഞ്ഞു പോകും, കാര്യമാക്കണ്ട. അപ്പോൾ അടുത്തത്
ഇനി അടുത്തത് നമുക്ക് എന്താ, സൈനിൻ്റെ കൂടെ എ എന്ന് കണ്ടുപിടിച്ചു, എ നോട്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ബി എം കണ്ടുപിടിക്കണം അല്ലേ. ബി എം എന്താണ്, അതായത് നമ്മളുടെ ഫൊറിയർ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ബിയുടെ ടേംസിൽ വരുന്നത് എന്താണെന്ന് ചെയ്യണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ എഫ് ഓഫ് എക്സ്, ഞാൻ അതിനെ 1 എന്ന് നേരത്തെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടോ, ഈ ഇക്വേഷൻ ഞാൻ 1 എന്ന് കൊടുക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും എഴുതണ്ടല്ലോ. ഓക്കെ, സോറി ഇതല്ല, ദിസ് ഇക്വേഷൻ, അതിന് ഞാൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ നേരത്തെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, കോസ് കൊണ്ടാണ് അല്ലേ. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം, സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 1നെ സൈൻ n പൈ എക്സ് ബൈ എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഇൻ്റഗ്രേറ്റ് -L to L. നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. ഇപ്പോൾ 1നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, ഞാനത് റിപ്പീറ്റ് ചെയ്ത് എഴുതണോ, അല്ലെങ്കിൽ ഈ ഒരു ടേംസ് തന്നെ പറയാം. നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. ഇപ്പോൾ ഇവിടെ വരുന്നത് -L to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -L to L a naught by 2 into sin n pi x by L dx plus sigma m equal to 1 to infinity integral -L to L cos of am into cos of m pi x by L into sin n pi x by L dx plus sigma m equal to 1 to infinity integral -L to L bm into sin of m pi x by L cos of m pi x by L dx. ഓക്കെ, എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഒക്കെ അപ്ലൈ ചെയ്യാം. നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. നമുക്ക് കിട്ടേണ്ടത് ഇതാണ്, -L to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഈക്വൽ ടു. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സൈനിൻ്റെ നമ്മൾ ഇൻറ്റിഗ്രേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മൈനസ് കോസ് n പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ n പൈ എക്സ് ബൈ എൽ എന്ന് കിട്ടും. അതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് നമുക്ക് എല്ലാം ആ ടേം കോസിൻ്റെയും പിന്നെയും കോസിൻ്റെ ടേം തന്നെ വരിക, അത് 0 ആയിപ്പോകും. ഓക്കെ, ഇവിടെ നമ്മൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും, കോസ് സൈൻ രണ്ട് മ്യൂച്വലി ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആണ്. സോ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കും, അതിൻ്റെ ഇൻറ്റഗ്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഇൻറ്റഗ്രേഷൻ എടുക്കുമ്പോൾ നമുക്കത് 0 കിട്ടും. അപ്പോൾ ആദ്യത്തെ ടേം രണ്ടാമത്തെ ടേം 0 ആണ്. പിന്നെ ഈ ഇതിൽ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്കിവിടെ ഈ ഒരു എന്തൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ, ഇവിടെയല്ല, ഇവിടെ നമുക്ക് സൈൻ n പൈ എക്സ് ബൈ എൽ ആണ് ഡി എക്സ്, എഴുതിയപ്പോൾ മാറിപ്പോയതാണ്, സോറി. അപ്പോൾ നിങ്ങൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും ഓർത്തോഗണലാണ്, അതുകൊണ്ട് അത് 0 ആയിപ്പോയി. ഇവിടെ നമുക്ക് എം വേരി ചെയ്യുന്നുണ്ട്, n ഫിക്സഡ് ആണ് അല്ലേ, ഇവിടുത്തെ n ഫിക്സഡ് ആണ്, എം വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ എം എന്നിനോട് ഈക്വൽ ആവുന്ന കേസിൽ മാത്രം നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കതിനെ -L to L ബി എം ഇൻറ്റു സൈൻ ബി എം അല്ല ബി എൻ, കാരണം എന്നിനോട് ഈക്വൽ ആവുന്ന കേസിൽ മാത്രമേ നമുക്കത് വരുള്ളൂ. ബി എൻ സൈൻ സ്ക്വയർ n പൈ എക്സ് ബൈ എൽ n പൈ എക്സ് ബൈ എൽ ഡി എക്സ്. നമ്മളിതിൻ്റെയൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങളത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ബി എൻ ഇൻറ്റു ഇത് എൽ ആണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബി എൻ എന്താണെന്ന് എഴുതാൻ നമുക്ക് 1 ബൈ എൽ ഇൻറ്റു ഇൻ്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിതെല്ലാം പഠിക്കണം, നിർബന്ധമാണ്. ഇത് പഠിച്ചു വെച്ചാൽ മാത്രമേ ഫൊറിയർ പഠിക്കാൻ ഈസിയാണ്. ഫൊറിയർ നമുക്ക് വല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല പഠിക്കാൻ. നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഫൊറിയർ കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചിട്ട് ഫൊറിയർ സീരീസിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമുക്കൊരു ഫംഗ്ഷൻ തരും, ആ ഫംഗ്ഷനെ ഫൊറിയർ സീരീസിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഫൊറിയർ കോഎഫിഷ്യൻസ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വേറെ ഒന്നുമില്ല. നിങ്ങളിത് പഠിച്ചു വെക്കുക, ഇൻറ്റിഗ്രേഷൻ അറിയുമെങ്കിൽ ഫൊറിയർ സീരീസ് ഒന്നുമില്ല, പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു എ എൻ ബി എൻ എന്ന് പറയുന്ന ഈ ഫോമുലാസിനാണ് നമ്മൾ ഓയിലർ ഫോമുലാസ് എന്ന് പറയുന്നത്.
നിങ്ങളോട് ഓയിലർ ഫോർമുലാസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട് എക്സാമിന്, അതൊന്ന് പഠിച്ചു വെക്കുക ഓയിലർ ഫോർമുലാസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫോറിയർ സീരീസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക് യു.